മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി KPCCയുടെ മുൻ പ്രസിഡന്റും പ്രമുഖ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലയുടെ MLAയുമായ ശ്രീ K മുരളീധരനാണ്. അദ്ദേഹത്തിനൊരു മുഖവരിയുടെ കാര്യമില്ല. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായ ശ്രീ K കരുണാകരൻ്റെ മകൻ സ്വന്തമായ വ്യക്തിത്വം സ്ഥാപിച്ച് KPCC പ്രസിഡന്റായി, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായി, ഇന്ന് വട്ടിയൂർക്കാവിലെ പ്രിയങ്കരനായ MLA ആയി പ്രവർത്തിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്നത്തെ സമൂഹത്തിലെ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, കേരള സമൂഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. സ്ട്രെയിറ്റ് ലൈനിലേക്ക് ശ്രീ K മുരളീധരന് സ്വാഗതം. നമസ്കാരം. ഇവിടെ ഇപ്പോൾ കേരള രാഷ്ട്രീയം ഒരു പ്രത്യേകമായൊരു മാറ്റത്തിൻ്റെ പന്താവിലാണ്. ഇപ്പോൾ എപ്പോഴും 5 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇപ്പോൾ UDF 5 വർഷം ഭരിച്ചാൽ LDF വരും, LDF കഴിഞ്ഞാൽ UDF. ഇപ്പോൾ അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം അവിടെ UDF വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചതിന് ശേഷം ചില സർവേകളിലൊക്കെ പറയുന്നത് UDF വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ്. എന്താണ് താങ്കൾ KPCC പ്രസിഡന്റായിട്ടിരിക്കുകയും ഒരുപാട് അച്ഛനെ പോലെ തന്നെ വളരെ ദീർഘമായിട്ട് രാഷ്ട്രീയ വീക്ഷണം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരാളാണ്. എന്താണ് താങ്കളുടെ ഒരു? അതല്ല, ഇത്തവണ വളരെ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള ചാൻസ് അതൊരു ഭരണകക്ഷി MLA ആയതുകൊണ്ട് പറയുന്നതല്ല. ഒന്ന്, ഈ UDFിലെ ഘടകകക്ഷികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDFിലെ കക്ഷികളൊക്കെ സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലൊക്കെ നല്ല ഹോൾഡുള്ള പാർട്ടികളാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് പഴയൊരു സ്ട്രെങ്ത് ഇല്ല. അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളും അവരുടെ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും എല്ലാം അവരെ സാരമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കക്ഷി എന്ന് പറയുന്നത് CPI ആണ്. CPI ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പാർട്ടി CPI ആണെങ്കിലും അതിങ്ങനെ കാലക്രമേണ ശോഷിച്ച് വരികയാണ്. അപ്പോൾ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM-ഉം അതിൻ്റെ താഴെയുള്ള CPI-യും കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു കക്ഷിക്കും ഒരു പ്രദേശത്തിൻ്റെ പോലും സ്വാധീനമുള്ള കക്ഷികളല്ല. ഇപ്പോൾ ഇടതു മുന്നണിയിൽ അല്പം സ്വാധീനം ഉണ്ടായിരുന്നവരാണ് UDFിലേക്ക് മാറിയത്. ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ്, അതുപോലെ തന്നെ RSP, ഇവരൊക്കെ കുറേ പോക്കറ്റുകളിൽ സ്വാധീനമുള്ള കക്ഷികളായിരുന്നു. അപ്പോൾ അവർ കൂടെ UDFിൽ വന്നതോടുകൂടെ LDF ദുർബലമാവുകയും മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ആഭ്യന്തര കലഹങ്ങൾ, ഒരിക്കലും ഒരു കേഡർ പാർട്ടിയിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ഇപ്പോൾ കോൺഗ്രസ്സിലെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്, ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കേഡർ പാർട്ടിയായിട്ടുള്ള CPM-ൽ ആദ്യമാണ് ഇങ്ങനെ ഒരു പഴയ കാലത്തെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് അവർ മാറിയിരിക്കുന്നു. സംസ്ഥാന സമ്മേളനം തന്നെ ശ്രദ്ധിക്കപ്പെട്ടത് ഗ്രൂപ്പിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ ഇന്ന് ജനങ്ങൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ UDF മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭരണ തുടർച്ച അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ വികസന കാര്യങ്ങൾ, വിഴിഞ്ഞം തുറമുഖം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വികസന കാര്യങ്ങൾ നടത്തിയതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഭരണ തുടർച്ചയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലത് എന്ന ഒരു കൺക്ലൂഷനിൽ അവർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, ഈ CPM കഴിഞ്ഞാൽ CPI ശോഷിച്ച പാർട്ടിയാണ്, പിന്നെ പ്രധാനപ്പെട്ടതൊന്നുമില്ല. പക്ഷേ സാധാരണ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു ഇതിൽ ഒരു ഭാഗത്ത് K കരുണാകരൻ്റെ ചാണക്യ തന്ത്രങ്ങളും അപ്പുറത്ത് EMSൻ്റെ ചാണക്യ തന്ത്രങ്ങളുമാണ് തമ്മിൽ ഫൈറ്റാറ്. 87 ഇതുപോലെ എല്ലാവരും, പ്രമുഖമായിട്ടുള്ള സമുദായ സംഘടനകൾ, പ്രമുഖ പാർട്ടികൾ മുഴുവൻ എല്ലാം ലീഡറുടെ പക്ഷത്തും അല്ലെങ്കിൽ UDFിൻ്റെ പക്ഷത്തുമായിരുന്നു. ഇപ്പുറത്ത് CPM-ഉം CPI മാത്രമേ ഉള്ളൂ. EMS ഒരു ഭൂരിപക്ഷ കാർഡെടുത്ത് കളിച്ചു. UDF LDF അധികാരത്തിലെത്തി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതല്ല, അത് പാർട്ടികളെ മാത്രം വെച്ചുകൊണ്ട് 87 ഒരു വ്യത്യസ്തമായിട്ട് സാഹചര്യം ഉണ്ടായി. അതായത് ഈ പറഞ്ഞ ഹിന്ദുത്വ കാർഡ് കൊണ്ട് മാത്രമല്ല LDF ജയിച്ചത്. ഇപ്പോൾ കാരണം 2 ജില്ലകളാണെന്ന് UDFിനെ തോൽപ്പിച്ചത്. ഒന്ന് തിരുവനന്തപുരം, 2 കൊല്ലമായിരുന്നു. അതായത് പ്രീ ഡിഗ്രി ബോർഡ് സമരത്തിനെ തുടർന്ന് ഇവിടെ ഉണ്ടായ സംഭവവികാസങ്ങളും അതാണല്ലോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഏരിയയിലുണ്ടായിരുന്ന ഏരിയയാണ് UDF തോൽക്കുന്നത്. അതായത് 14 സീറ്റ് തിരുവനന്തപുരം, 12 സീറ്റ് കൊല്ലമുള്ള 26 സീറ്റുകളിൽ കൊല്ലത്ത് ശ്രീ ബാലകൃഷ്ണ പിള്ളയും തിരുവനന്തപുരത്ത് MM അസനും ഒഴികെ 24 സീറ്റിലും UDF തോൽക്കുകയാണ്. എന്നിട്ട് 61 സീറ്റ് കിട്ടിയെന്ന് UDFന്. അന്ന് ഈ 2 ജില്ലകളും കൂടെ നിന്നിരുന്നെങ്കിൽ, ഇതിൻ്റെ പകുതി സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോൾ 14-ൽ 7 സീറ്റും മറ്റേ 12-ൽ 6 കിട്ടിയതെങ്കിൽ UDF ഭരിക്കുമായിരുന്നു. രണ്ടാമതുണ്ടായത് കേരള കോൺഗ്രസ് പിളരുന്നത്.
എലക്ഷൻ ഫീൽഡ് വെച്ചിട്ടാണ്. ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ പോലും പിറന്നിട്ടില്ല. നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഒന്നിൽ കൂടുതൽ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും അത് കൊല്ലം, കോട്ടയം പോലുള്ള ജില്ലകളിൽ UDF നല്ല മുന്നേറ്റം ഉണ്ടാകേണ്ട ജില്ലകൾ തിരിച്ചടി ഉണ്ടായി. അതേസമയത്ത് മലബാറിൽ UDF നന്നായി മുന്നേറി. ഇപ്പോൾ കാസർഗോഡ് 5 എണ്ണത്തിൽ 4 എണ്ണം ജയിച്ചു. കണ്ണൂർ നല്ല, അഴീക്കോട് ഉൾപ്പെടെ, അന്നത്തെ അഴീക്കോട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഴീക്കോടല്ല, പക്ഷേ MV രാഘവൻ ഉൾപ്പെടെയുള്ള വിജയം കണ്ണൂർ ജില്ലയിലുണ്ടായി. അങ്ങനെ മലബാറിൽ നന്നായിട്ട് അങ്ങ് കയറി വന്നു. പക്ഷേ അതേ സമയത്ത് തിരുവനന്തപുരം ജില്ല, അതായത് ട്രാവൻകൂർ ഏരിയയിലേക്ക് കടന്നപ്പോൾ ഒന്ന് കേരള കോൺഗ്രസിൻ്റെ തമ്മിലടിയും 2 പ്രീ ഡിഗ്രി ബോർഡ് സമരവുമാണ് അന്ന് UDF തോൽപ്പിച്ചത്. അല്ല, അപ്പോൾ ഞാൻ പറയുന്നത് വെറും പാർട്ടിയുടെ സ്ട്രെങ്ത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്തുള്ള പ്രാദേശിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ അതുപോലും ഇലക്ഷൻ്റെ അല്ല, അത് സ്വാഭാവികമായിട്ട് റിസൾട്ടൊക്കെ കുറേയൊക്കെ ബാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇലക്ഷന് പ്രധാന ഘടകം തന്നെയാണ്. എങ്കിലും ഒരു മുന്നണിയുടെ ഒരു ശക്തി വെച്ച് നോക്കുമ്പോൾ UDFനാണ് കരുത്ത്. അതോടൊപ്പം തന്നെ UDFൻ്റെ വികസന പ്രവർത്തനങ്ങൾ. പിന്നെ ഞങ്ങൾക്കുള്ള മൈനസ് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മൈനസ് പോയിന്റുകൾ ഇടതുപക്ഷ ഭാഗത്തുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെയ്ത കാര്യങ്ങളുടെ ഒരു അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ UDF ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നു, കൊച്ചി മെട്രോ കൊച്ചിയിൽ വരുന്നു, കണ്ണൂരിൽ വിമാനത്താവളം വരുന്നു, സ്മാർട്ട് സിറ്റി വരുന്നു. അപ്പോൾ വൻ പ്രോജക്റ്റുകളുടെ ഒരു നിര ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ വികസനത്തിൻ്റെ ഒരു ട്രെൻഡ്. വൻ ഇത് മാത്രമല്ല, പ്രാദേശികമായിട്ടുള്ളതുകൊണ്ട്. ഇപ്പോൾ സാധാരണ ആളുകൾ ആഗ്രഹിക്കുന്ന എന്താ, നന്നായിട്ട് റോഡിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യം. ഇപ്പോൾ അതിന് തന്നെ ഇപ്പോൾ ഞങ്ങൾ MLA-മാർക്കൊക്കെ നൽകിയിട്ടുള്ള ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഇപ്പോൾ MLA സംബന്ധിച്ച് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചിലവഴിക്കാൻ കുറേ കാശ് ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള 75 ലക്ഷം ഉണ്ടായിരുന്ന MLA-യുടെ ഫണ്ട് 1 കോടിയാക്കുകയും അതിന് പുറമെ 5 കോടിയുടെ ആസ്തി വികസന ഫണ്ടും കൂടെ നൽകിയപ്പോൾ ഒരു പ്രതിപക്ഷ MLA ആണെങ്കിൽ പോലും സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഇന്നുണ്ട്. അത് വലിയ പ്രധാന ഘടകമാണ്. കാരണം ഒരു പ്രദേശത്തിൽ റോഡ് വേണം. ഇപ്പോൾ അവരോട് ചെന്നിട്ട് വിഴിഞ്ഞും തുറമുഖമെന്നോ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി എന്നൊന്നും പറഞ്ഞാൽ അവിടെ ചിലവാവില്ല. അവർ ചോദിക്കും ഞങ്ങളുടെ നാട്ടിലേക്ക് റോഡ് വേണം, അത് റോഡ് ഉണ്ടാക്കി തരാൻ പറ്റുമോ, ഞങ്ങൾ സഹായിക്കും, വോട്ട് തരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സഹായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഗവൺമെൻറ് സ്പെഷ്യൽ ഫണ്ടും കൊടുക്കുന്നുണ്ട്. അതിൽ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾക്കും കുറേ പ്രയോറിറ്റി നൽകുന്നതിൻ്റെ ഗുണമാണ് ഈ ബൈ ഇലക്ഷനൊക്കെ UDF ജയിച്ചു വരാൻ കാരണം. താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സേവാദളിലൂടെ വന്നിട്ട് 89, 91, 96 3 ഇലക്ഷനിൽ വളരെ ഇതായിട്ട് ആ കോഴിക്കോട് മേഖല, മലബാർ പൊതുവെ ഒരു UDF അനുകൂല മേഖല എന്ന് പറയാൻ പറ്റില്ല. അവിടെ താങ്കൾ ഭയങ്കരമായിട്ട് അങ്ങ് വിജയിക്കുക. പക്ഷെ പിന്നീട് ഒരിടയ്ക്ക് ഒരു ചെറിയൊരു താഴോട്ട് ഗ്രാഫ്, ഇപ്പോൾ KPC പ്രസിഡന്റ് ആയതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിൽ തിരിച്ചടികളുണ്ടായി. ഇപ്പോൾ താങ്കൾ വീണ്ടും ഇപ്പോൾ വട്ടിയൂർക്കാവില്, ഇപ്പം അറിയാം തിരുവനന്തപുരം ജില്ലയിലല്ല സൗത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ MLA ആയിട്ടാണ് താങ്കൾ അറിയപ്പെടുന്നത്. എന്താണ് ഇതിൽ ശൈലി മാറ്റമാണോ, എന്താണ് ഇതിൽ? അതല്ല, ഇപ്പം ഞാൻ കോഴിക്കോട് MP ആയിരുന്നപ്പോഴും അത് MP കഴിഞ്ഞ് പിന്നെ നേരെ അസംബ്ലിയിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് വരികയാണ്. ഇപ്പോൾ കോഴിക്കോടാകുമ്പോൾ നല്ല രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞു. കാരണം ആദ്യത്തെ ടേം കഴിഞ്ഞ് സെക്കൻഡ് ടേം എത്തിയപ്പോഴേക്കും നന്നായിട്ട് കോൺഷ്യൻസി നേഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അങ്ങനെയാണ് അവിടെ തുടർച്ചയായിട്ട് വിജയം ഉണ്ടാകുന്നത്. കോഴിക്കോട് 3 തവണ. അത് കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് വന്നപ്പോൾ ആ പ്രദേശത്ത് നല്ല പുതിയൊരു പ്രദേശത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ആൾ ചെല്ലുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ അത് പ്രധാനമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമത് തിരിച്ച് കോഴിക്കോടിൻ്റെ ഭാഗമായിരുന്നു കൊടുവള്ളിയിൽ മത്സരിക്കാൻ ചെന്നപ്പോൾ രാഷ്ട്രീയത്തിലെ പെട്ടെന്നുണ്ടായ മാറ്റം. തലേ ദിവസം വരെ വിമർശിച്ച വിഭാഗമായിട്ട് പെട്ടെന്ന് കൂടി ചേർന്നപ്പോൾ DIC ഉണ്ടാക്കി. LDFൻ്റെ കൂടെ നിന്ന് ലോക്കൽ ബോഡി ഒക്കെ ജയിച്ചു. ജയിച്ചു കഴിഞ്ഞ് LDF ഉപേക്ഷിച്ചപ്പോൾ നേരെ UDFിലേക്ക് പോയി. അത് അവസാന മണിക്കൂറിൽ UDFിൻ്റെ പാർട്ട്ണറായി. അപ്പോൾ ചെല്ലുമ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കൊടുവള്ളി ചെല്ലുന്ന സമയത്ത് പ്രമുഖരായിട്ടുള്ള പലരും പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ അന്ന് ഞങ്ങളുടെ DIC CPM സഖ്യത്തിൻ്റെ ഫലമായി തോറ്റ ആൾക്കാരാണുള്ളത്. ജയിച്ചവരൊക്കെ LDFിൻ്റെ കൂടെ പോയി, തോറ്റ ആൾക്കാരാണ് കൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയേണ്ടത്, മുസ്ലിം ലീഗ് നന്നായിട്ടൊക്കെ പ്രവർത്തിച്ചു. അത് ഞാൻ ഒരിക്കലും അതിനെ താഴ്ത്തി പറയില്ല. കാരണം അവരുടെ ലീഡർഷിപ്പ് നന്നായി പ്രവർത്തിച്ചുവെങ്കിലും
ഈ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം തലേദിവസം വരെയുള്ള ഒരു അന്തരീക്ഷം പെട്ടെന്ന് മാറിയപ്പോൾ, പ്രത്യേകിച്ച് പറയാലോ, ഇപ്പോൾ ചാനലുകളുടെയും ഒക്കെ കാലഘട്ടമാണ്, പഴയതുപോലെയല്ല. ഇപ്പോൾ പത്രങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പിന്നീട് നിഷേധിക്കാൻ പറ്റും, പക്ഷേ ഒരു വിഷ്വൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഇന്നലെ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കില്ലേ ഇന്നലെ പറഞ്ഞ എന്താണ് എടുത്ത് കാണിക്കുമ്പോൾ ജനത്തിന് വളരെ ക്ലിയർ ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അന്നൊരു തിരിച്ചടി ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജനപ്രതിനിധിയാവാൻ കഴിഞ്ഞപ്പോൾ കൂടുതൽ അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒന്നാമതിപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ മുൻ KPC പ്രസിഡന്റിന് ഇപ്പോൾ അവിടെ വേറെ പോസ്റ്റൊന്നും തരാനില്ല. പിന്നെ ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഇപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു MLA എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ചില്ലറ പ്രശ്നങ്ങളിൽ പോലും ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളാണ്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. ഒരു അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓണത്തിൻ്റെ പിറ്റേ ദിവസത്തോടെ എത്തി. ഒറ്റ അസോസിയേഷൻ, പക്ഷേ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ആ പ്രദേശത്ത് ജനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ കാരണം കൂടുതൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും കുറേയൊക്കെ പരിഹാരം കാണാനും കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെ ഒരു സംതൃപ്തി അവർക്ക് തിരിച്ചുകൊണ്ട്. കോൺഗ്രസ്സിൽ ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, KPC പ്രസിഡന്റ് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി AK ആന്റണി, ഇപ്പുറത്ത് KPC പ്രസിഡന്റ് K മുരളീധരൻ, അങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഒരു കാലത്ത് വർക്കൗട്ട് ചെയ്തത്. പിന്നെ അത് നിങ്ങൾ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ ആ സ്പേസ് അങ്ങ് വേറെ ഫില്ല് ചെയ്ത് പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആ സമയത്തൊക്കെ എടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഒരു എന്താ പറയുക, അതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതല്ല, കോൺഗ്രസ് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ട ഇനിയായിരുന്നു. കാരണം ഇപ്പോൾ K കരുണാകരനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് വിടാത്തൊരു ദേശീയ നേതാവായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ വിട്ടുപോയപ്പോൾ അത് പാർട്ടിയേക്കാൾ കൂടുതൽ ക്ഷീണമായത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടായ ക്ഷീണമുണ്ടല്ലോ. അദ്ദേഹത്തിന് കൂടെ നിന്ന് ഒരുപാട് പേര് അതെ ബാധിച്ചു. അതാ ഞാൻ പറഞ്ഞത്, വിട്ടുപോകുന്നൊരു സാഹചര്യം ഒഴിവാക്കേണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും വ്യത്യസ്ത വീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നു. അല്ല, വ്യത്യസ്ത വീക്ഷണം താങ്കൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതെ, DIC ഉണ്ടാക്കിയ സമയത്താണ് താങ്കൾ അത് ഫോം ചെയ്യുന്ന സമയത്ത് അതിൽ പങ്കെടുത്തില്ല. അതെ, കോൺഗ്രസിനോടൊപ്പം നിൽക്കുക. പക്ഷെ പിന്നീട് ലീഡർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ താങ്കൾ ആ സമയത്ത് അങ്ങനെ ഒരു അച്ഛനുമായിട്ട് ആ രണ്ട് കാര്യത്തിൽ മാത്രമുള്ളായിരുന്നു. അതെ, അത് അന്നത്തെ സന്ദർഭത്തിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് ഒരു മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശരത് പവാറിൻ്റെ വീട്ടിൽ ഭാവി കാര്യങ്ങളെക്കുറിച്ചൊരു ചർച്ച നടന്നിരുന്നു. NCP അന്ന് രണ്ടു ഭാഗത്തും മുന്നണിയിലില്ലാണ്ട് നിൽക്കുകയാണ്, എന്ത് ലൈൻ സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനം ശ്രീ K കരുണാകരൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, കോൺഗ്രസ്സിലേക്ക് പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമുക്ക് കൂട്ടായിട്ട് തീരുമാനം എടുക്കാമായിരുന്നു. എന്നാൽ പിന്നെ പവാറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അതായത് 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് പവാറുമായിട്ടൊരു കൂടിക്കാഴ്ച നടന്നില്ലായിരുന്നുവെങ്കിൽ ഞാനും മാനസികമായിട്ട് തിരിച്ചു പോകാൻ തയ്യാറായിരുന്നു. പക്ഷേ ഒരു എന്താ പറയുക, യുദ്ധഭൂമിയിൽ നമ്മളെ വിശ്വസിച്ചിട്ട് ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് ഇങ്ങനെ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കണം, പാർട്ടിക്ക് വേണ്ടി മത്സരിക്കണം എന്ന് പറയുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസവഞ്ചനയാവും തോന്നിയതുകൊണ്ടാണ് തോൽക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ മത്സരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയാം, രണ്ട് മുന്നണികളിങ്ങനെ പ്രബലമായിട്ട് നിൽക്കുമ്പോൾ ഒരു മത്സരം എന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയുക, ജനം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ജയിക്കാൻ സാധ്യതയുള്ളവർക്കല്ലാതെ 100% തോൽക്കുന്നവർക്ക് വോട്ട് ചെയ്തിട്ട് എന്തിനാ വോട്ട് വേസ്റ്റാക്കുന്നത് ചോദിക്കല്ലോ. എങ്കിലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുള്ളത്, അപ്പോഴും പഴയ ജനങ്ങൾ അന്നത്തെ വയനാട് എന്ന് പറഞ്ഞാൽ 7 എണ്ണത്തിൽ 3 എൻ്റെ പഴയ നിയോജകമണ്ഡലമായിരുന്നു. ആ സ്നേഹം ഒരു കാണിച്ചു, 1 ലക്ഷത്തോളം വോട്ട് കിട്ടി. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത്, അത് അന്ന് ശ്രീ ശരത് പവാർ വിളിച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ പാർലമെൻറ്റിൽ നിരുപാധികം കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിച്ച് പോയാലോ എന്നുള്ള ചിന്തയിലേക്ക് എത്തിയതാണ്. അപ്പോഴേക്കുമാണ് അദ്ദേഹം എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മത്സരിക്കാം. എലക്ഷൻ കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. എലക്ഷൻ ഫീൽഡിൽ വെച്ചിട്ട് എന്നോട് വല്ലതും പറഞ്ഞു, ഞങ്ങളിപ്പോൾ സഹായിക്കാം, പക്ഷേ ഇത് കഴിഞ്ഞാൽ മാതൃസംഘടനയിലേക്ക് പോകണം എന്ന് ഗ്യാരണ്ടി കൊടുത്തിട്ട് കുറേ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞോണ്ട് ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ എന്താണെങ്കിലും ശരി, ഇങ്ങനെ ഒരു എന്താ പറയേണ്ട ഒരു കൊച്ചു പാർട്ടിയായിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല, സ്ഥാനം കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി മാതൃസംഘടനയിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് സത്യത്തിൽ അച്ഛൻ പോകുന്ന സമയത്ത് ഒരു കൂട്ടായൊരു തീരുമാനമാണ് എടുത്തിരുന്നെങ്കിൽ
എനിക്ക് അന്ന് വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ആകാശത്തും ഭൂമിയിലല്ലാതെ നിന്നിട്ട് എന്താ കാര്യം കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ. അത് യഥാർത്ഥത്തിലേ ഇപ്പോഴത്തേത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു AK ആൻ്റണി, K കരുണാകരൻ രണ്ട് ഇതായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ലീഡർ ഇപ്പോൾ അന്ന് പാമോയിൽ കേസും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഇത് പോകുന്നു. ആൻ്റണി പിന്നീട് മുഖ്യമന്ത്രിയാവുന്നു. പിന്നീട് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് AK ആൻ്റണി പോലും ലീഡറുമായിട്ട് സെറ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടാണ് താങ്കൾ KPCC ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇത് നിലനിന്നിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ താങ്കൾ എടുത്ത നിലപാടായിരുന്നില്ല കുറച്ചുകൂടി ആന്റണി ആയിട്ട്. അത് അക്കാര്യത്തിലേ ഈ ഒരു രാഷ്ട്രീയ രംഗത്ത് ചാണക്യനാണെങ്കിലും ലീഡർക്ക് അല്പം പഴിച്ചു പോയില്ല. അതായത് അദ്ദേഹത്തിനെ പറ്റിയൊരു പാളിച്ച എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, തന്നെ ഇങ്ങനെ അപമാനിച്ചാണ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു എന്താ പറയേണ്ടത്, അത് ഉണങ്ങാത്ത മുറിവായിട്ട് അവശേഷിച്ചിരുന്നു. അല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ 2001 ഇലക്ഷൻ കാലത്ത് അച്ഛൻ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശവും ഹൈക്കമാൻഡ് അംഗീകരിച്ചിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥികളെ മാറ്റിത്തന്നു 3 സ്ഥലത്ത്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ചുമരെഴുത്ത് വരെ തുടങ്ങിയിട്ട് പോലും ആ മൂന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട 3 നിയോജകമണ്ഡലങ്ങൾ, അതായത് അന്ന് വടക്കേക്കര, ആറന്മുള, പിന്നെ ഇവിടെ പേരാവൂർ, അങ്ങനെ 3 സീറ്റുകളിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ വർക്ക് പകുതിയായി അവരുടെ ചുമരെഴുത്തും വാൾപോസ്റ്ററൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെ 3 പേരെ മാറ്റിക്കൊടുത്തു. മുരളീധരനെ KPC പ്രസിഡൻ്റ് ആക്കാമെന്ന് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ്, അതായത് പാണക്കാട് തങ്ങൾ ലീഗിൻ്റെ പ്രസിഡൻ്റ് ആയതിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ആഘോഷത്തിന് ശ്രീമതി സോണിയാഗാന്ധി വന്നപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയും അതുപോലെ ഗുലാം നബി ആസാദും ശ്രീ K കരുണാകരൻ, AK ആൻ്റണിയും, ഈ 4 പേരല്ലാതെ 5ാമത് ഒരാളെ റൂമിലുണ്ടായിരുന്നില്ല. ഈ 4 പേർ അന്ന് തീരുമാനമെടുത്തു. മുഖ്യമന്ത്രി സ്ഥാനം AK ആൻ്റണിക്കും KPC പ്രസിഡൻ്റ് സ്ഥാനം മുരളീധരനും. ആ തീരുമാനം ഉടനെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നടപ്പാക്കുകയും ചെയ്തു. ആൻ്റണി സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് തന്നെ എൻ്റെ പേര് അനൗൺസ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ ആ ഇക്വേഷനായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അന്ന് തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നു. അന്ന് ശിവൻ ആൻ്റണി ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, 5 വർഷം ഇത്തവണ പൂർത്തിയാക്കിക്കൊണ്ട് ഒരു മാന്യമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അത് എന്നോട് പറഞ്ഞു, ഞാൻ 5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഡൽഹിക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് നല്ല ടീമായിട്ട് വർക്ക് ചെയ്യണം, ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യണം. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ അന്ന് ശ്രീ K കാരൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ മുറിവാണ് പ്രശ്നമായത്. മകൻ എന്ന നിലയിൽ അത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം ചുറ്റും അപ്പോഴേക്കും ചില ആളുകൾ കൂടിയിരുന്നു. ഞാൻ കാരണം KPC പ്രസിഡൻ്റായപ്പോൾ അങ്ങനെ ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. മറ്റേ ഡൽഹിയിലൊക്കെ ഞങ്ങൾ എപ്പോഴും വെച്ച് കാണാറുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ചാണല്ലോ താമസിക്കുന്നത് ഡൽഹിയിലും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മുൻകാലങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെയാണ് അന്ന് ഈ 3 സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ അത് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞു, അതനുസരിച്ചൊക്കെ ചെയ്തു. പക്ഷേ KPC പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ കാണാൻ തന്നെ പലപ്പോഴും അവസരങ്ങൾ ഉണ്ടാവാത്ത സ്ഥിതി വന്നു. അധികം ഡൽഹിയിൽ പിന്നെ വരാണ്ടായി. ഞാൻ ഡൽഹിയിൽ പതിയെ ഉണ്ടാവില്ല, അധികമുള്ളപ്പോൾ ഞാനുണ്ടാവാത്ത സ്ഥിതി വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ വല്ലാത്തൊരു ഗ്യാപ്പായി. അതിൻ്റെ ഇടയിൽ ചില ശക്തികൾ കയറി. എന്നാൽ അവരാരും ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ കൂടി ഉണ്ടായതുമില്ല. അവസാന കാലഘട്ടത്തിലേ അങ്ങനെയൊക്കെ തീരുമാനം എടുത്തതിൽ ലീഡർക്ക് ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ചില ഇതിലൊക്കെ ഞങ്ങൾ തന്നെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് വേണ്ടിയിരുന്നില്ല ലാസ്റ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അതെല്ലാം ചെയ്ത എല്ലാ തെറ്റുകളും എവിടെയും പറയാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം തിരിച്ചു പോകുന്നത് കോൺഗ്രസ്സിലേക്ക്. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ അന്ന് ആൻ്റണിയും അന്ന് KPC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെയും ഇക്വേഷനായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു ഭരണ തുടർച്ച ഉറപ്പായിട്ട് അന്ന് കേരളത്തിൽ ഉണ്ടാവുകയും. ഇപ്പോൾ AK ആൻ്റണിയായിട്ട് അന്ന് ഇപ്പോൾ ലീഡർ എടുത്ത നിലപാട് മൂലം ആൻ്റണിയെ പുറത്ത് താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പിന്നീട് ഇപ്പോഴും AK ആൻ്റണി ആയിട്ടുള്ള ബന്ധം താങ്കൾക്ക് നിലനിർത്താൻ കഴിയും? പേഴ്സണൽ ബന്ധം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും അല്ല, രാഷ്ട്രീയമായിട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. അല്ല ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിപ്പോൾ അധികം ഒന്നിലും ഇടപെടുന്നില്ലല്ലോ. കേരളത്തിലെ ഒരു കാര്യത്തിൽ അധികം ഇടപെടുന്നില്ല. അതേപോലെ പൂർണ്ണ സ്വാതന്ത്ര്യം കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന് നൽകിയിരിക്കുകയാണ്. ഒരു കഴിഞ്ഞ ലോക്സഭ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഇടപെട്ടത്. തൃശ്ശൂരും ചാലക്കുടിയും വെച്ച് മാറുന്ന അത് സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിനുള്ള റിക്വസ്റ്റ് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വയമായിട്ട് ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. ബന്ധം ഇപ്പോഴും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ബന്ധം പോകുന്നു. അതുപോലെ ലീഡർ ഇപ്പോൾ പോയിട്ട് വർഷങ്ങളായി, അച്ഛൻ്റെ ഒരു അസാന്നിധ്യം അത് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ടല്ലോ.
ഓരോ പല നടപടികളൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ തന്നെ നിയമസഭയിൽ 4ാമത്തെ ബെഞ്ചിലിരിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇരുത്താൻ സമ്മതിക്കില്ലല്ലോ. അന്ന് അച്ഛൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ അതിനൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരം വരും. അതുപോലെ തന്നെ പലപ്പോഴും പാർട്ടി പുനഃസംഘടന വരുമ്പോഴും ഒക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ പത്രം വായിച്ചറിയുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, അച്ഛനുണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കൊരിക്കലും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ എല്ലാ കാലത്തും നോക്കി കിടക്കാൻ അച്ഛനുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ വരുന്നേക്ക് വെച്ച് ഫേസ് ചെയ്യണം. ലീഡറുടെ ഒരു ശൈലിയാണ് പലയിടത്തും ശ്രീ ഉമ്മൻചാണ്ടിയും ഇതിന്ന് കാണുന്നത്, ഈ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം എല്ലാ കാര്യങ്ങളും. എങ്ങനെയാണ് ഇവർ രണ്ടുപേരും എങ്ങനെയായിരിക്കും താങ്കൾ? അതെ, ഞാനെപ്പോഴും പറയാറുണ്ട്, എപ്പോഴും പറയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത ധ്രുവത്തിലാണ് നിന്നെങ്കിലും കെ കരുണാകരൻ്റെ ശൈലി ശരിക്കും കണ്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പല നടപടിയും ജനസമ്പർക്ക പരിപാടി ഉൾപ്പെടെ. ഈ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ കാലത്തുള്ള സ്പീഡ് പ്രോഗ്രാം കുറേ കൂടി ജനകീയമാക്കിയതാണ്. സ്പീഡ് പ്രോഗ്രാം എന്ന് വെച്ചാൽ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ളതായിരുന്നെങ്കിൽ ഇത് കാലത്ത് മുതൽ പിറ്റേ ദിവസം കാലത്ത് വരെ നീണ്ടു നിൽക്കുന്ന ജനസമ്പർക്ക പരിപാടി. അപ്പോൾ ഐഡിയ കെ കരുണാകരൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കുകയും അത് സ്വന്തമായിട്ട് നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിട്ട് മാറി. അതേസമയം ലീഡർ നേരിട്ട പോലെ ലീഡർക്കെതിരെ എന്താ പറയുക, ലീഡർ വളരെ ശക്തനായിരുന്ന കാലത്ത് ലീഡർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കും ഉണ്ടായി. പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഇവൻ മീഡിയ പോലും അദ്ദേഹത്തിന് ലാസ്റ്റ് കാലത്ത് മീഡിയയിൽ നിന്ന് അറ്റാക്ക് നേരിടേണ്ടി വന്നാലും ഉമ്മൻചാണ്ടിക്കും ഏതാണ്ട് അതേ തരത്തിൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ വലിയ അറ്റാക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായി. അത് കൂടുതൽ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണോ ഇങ്ങനെ കൂടുതൽ അറ്റാക്കിന് വിധേയനാവുന്നത് എന്നാണ് താങ്കൾക്ക് എന്താണ്? അല്ല, അതിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയൊരു എന്താ പറയേണ്ട ഒരു നല്ലൊരു അവസരം എന്ന് പറഞ്ഞത്, ഈ അങ്ങനെ അറ്റാക്ക് ഉണ്ടായപ്പോഴും അതൊന്നും യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു ത്രാണിയില്ലാത്തൊരു പ്രതിപക്ഷം, അത് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ്. ലീഡറുടെ കാലത്ത് അതായിരുന്നില്ല. അന്ന് EMSനെ പോലെ EK നയനാരെ പോലെ ഘടാഘടിയന്മാരായിട്ടുള്ള ആൾക്കാരാണ് അന്ന് പ്രതിപക്ഷത്തിനെ നയിച്ചിരുന്നത്. അതേസമയത്ത് ഇന്ന് അച്യുതാനന്ദനും പിണറായി അവർക്ക് തന്നെ പരസ്പരം കണ്ടുകൂടാ. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. പണ്ടത്തെ കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അന്നും വോട്ടെടുപ്പും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെ കവർ ചെയ്യാൻ EMS ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ EMSനെ പോലത്തെ ഒരു ചാണക്യൻ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ സ്വന്തം പക്ഷത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടായാൽ അതിനെ പലപ്പോഴും അതിജീവിക്കാൻ പിന്നെ കെ കരുണാകരൻ്റെ കപ്പാസിറ്റി കൊണ്ട് കുറേയൊക്കെ അതിജീവിച്ചു. പക്ഷേ അവസാനം കേന്ദ്രം കൈവിട്ടപ്പോഴാണല്ലോ അദ്ദേഹത്തിന് ഇത് പറ്റിയത്. നേരെ മറിച്ച് രാജീവ് ഗാന്ധിയോ ഇന്ദിരാഗാന്ധിയോ പോലത്തെ ഒരു ലീഡർഷിപ്പായിരുന്നു കേന്ദ്രത്തിലുണ്ടായിരുന്നെങ്കിൽ കെ കരുണാകരൻ ഒരിക്കലും വീഴില്ല. അല്ല, പക്ഷേ അതിൽ കെ കരുണാകരൻ എന്നുള്ള രാഷ്ട്രീയ നേതാവിന് കുറച്ച് പങ്കില്ലേ? കാരണം ശരത് പവാറിനെ പോലെ പുള്ളിക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നവർ ലീഡർ തന്നെ പറയാറുണ്ട്, ശരത്തിനെ പ്രധാനമന്ത്രിയാക്കണം എന്നുള്ളത് വന്നപ്പോൾ ഞാനടക്കമുള്ളവരാണ് നരസിംഹറാവിനെ ആക്കണമെന്ന്. അതേ നരസിംഹറാവു തന്നെ പിന്നീട് ലീഡറെ തള്ളി. അപ്പോൾ അതിനർത്ഥം ലീഡർ എടുത്ത നിലപാടുകൾ ലീഡർക്ക് തന്നെ തിരിച്ചടിയായി. അത് അദ്ദേഹം നോക്കിയത് എല്ലാ കാലത്തും കോൺഗ്രസിനോടൊപ്പം നിന്ന് നരസിംഹറാവുവിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. ശരത് പവാർ കുറേ കാലം വിട്ടുപോയി കോൺഗ്രസ് വിരുദ്ധ സമീപനം സ്വീകരിച്ചിരുന്നല്ലോ. അപ്പോൾ ഒരു കോൺഗ്രസിനോട് എന്നും നരസിംഹറാവു ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നാണ്. അപ്പോൾ കെ കരുണാകരൻ്റെ ഒരു കാര്യമുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഒരു ക്രൈസിസ് പീരീഡിൽ നിന്നവരോടൊക്കെ അദ്ദേഹത്തിന് സ്നേഹമായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹമാണ് നരസിംഹറാവിനോടുണ്ടായത്. ഞാൻ സത്യം പറഞ്ഞാൽ നരസിംഹറാവിൻ്റെ പേര് അച്ഛൻ പറയുന്നുള്ള ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാല. ഒരു ദിവസം അങ്ങനെ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷൻ്റെ നടുവിൽ വെച്ച് രാജീവ് ഗാന്ധി മരണപ്പെടുന്നു. അപ്പോൾ ആരാ പ്രൈം മിനിസ്റ്റർ എന്നുള്ളതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ശരത് പവാറിനെ പോലത്തെ ഒരു ശക്തൻ വരും. കാരണം സോണിയാഗാന്ധി ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോഴാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്, നരസിംഹറാവു ആണ് നല്ലത്, നാളെ നിങ്ങളെല്ലാവരും നരസിംഹറാവിൻ്റെ പേര് പറയണം. അങ്ങനെ ആ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന അച്ഛനും സിദ്ധാർത്ഥ ശങ്കറായി ആയിരുന്നു. അപ്പോഴാണ് അവർ ചോദിച്ചത്, സിദ്ധാർത്ഥ ശങ്കറായിയാണ് ചോദിക്കുന്നത്, കൺസെൻസസ് വേണോ എലക്ഷൻ വേണോ? ഞങ്ങൾ പറഞ്ഞു കൺസെൻസസ് മതി. ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നരസിംഹറാവുവിനെയാണോ ശരത് പവാറിനെ? അവന് നരസിംഹറാവുവിനെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കാൻ നേരത്താണ് അച്ഛൻ സിദ്ധാർത്ഥ ശങ്കറയോട് പറയുന്നത്, യു നോ ദിസ് മാൻ ഈസ് മൈ സൺ എന്ന് പറയും. അപ്പം അല്ല നരസിംഹറാവു തന്നെയാണ്. പക്ഷേ നരസിംഹറാവു പ്രധാനമന്ത്രി ആയത് കൂടിയിട്ട് ആദ്യത്തെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ഈ കസാല ഉറപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇതിലേക്ക് ചാൻസ് ആരൊക്കെയാണ് അവരെയൊക്കെ വെട്ടാൻ നോക്കി. അതാണ് അവസാനം അദ്ദേഹത്തിനും പറ്റിയത്.
അദ്ദേഹം 5 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കാൻ കാരണം അദ്ദേഹത്തിനെ സഹായിച്ചവരെയൊക്കെ ആദ്യമൊക്കെ പേരുകളാണ് പ്രൈം മിനിസ്റ്റർഷിപ്പിലേക്ക് അന്ന് മാധ്യമങ്ങൾ എഴുതിയത്, അവരെയൊക്കെ വെട്ടാൻ നോക്കി. അതിന് ഓരോ ചിലരെ ഹവാലയിൽ പെടുത്തി. പക്ഷേ കെ കരുണാകരൻ അങ്ങനെയൊന്നും കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് കേരളത്തിലെ ഈ ചാരക്കേസ് വരുന്നത്. അതിനെ അദ്ദേഹം ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു. ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റേജിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ വയനാട് ഇലക്ഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നേരത്തെ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളൊരു സ്പർദ്ധയും വിഷമവും അതൊക്കെ താങ്കൾക്ക് തിരിച്ചടിയായി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള മത്സരമൊക്കെ ഉണ്ടാവും. ഉറപ്പ് ഏതായാലും എല്ലാ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ മുറിവുകൾ ഉണങ്ങാനുള്ള സമയം ഇല്ല. അത് കോൺഗ്രസിന് ദോഷം ചെയ്യില്ല, അല്ലെങ്കിൽ അല്ല, അതുകൊണ്ട് അതൊരിക്കലും ഒരു UDFന്റെ പരാജയത്തിലേക്ക് ഒരിക്കലും നയിക്കില്ല. തർക്കങ്ങളുണ്ടാവും. കാരണം ഈ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ചിലപ്പോൾ സ്ഥാനാർത്ഥികൾ കൂടുതൽ വരുമ്പോഴാണല്ലോ തർക്കം ഉണ്ടാവുക. അതും പരസ്പരം ഒരു 2 പാർട്ടികളായിട്ട് നിൽക്കുന്നതിന് വലിയ വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ട് ഇത് കോൺഗ്രസ്സിൽ ഉണ്ടാവുന്ന ഇന്നൊരു വാർഡിൽ ഇന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ വേറെ റിബല് നിൽക്കുന്നു. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് പിന്നീട് വരുന്ന ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു തകരാറെന്ന് പറയുന്നത് ഈ അസംബ്ലി ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനുമായിട്ടുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സ്ഥാനാർത്ഥിയായിട്ട് റിബലായിട്ട് നിന്ന ആളെ പുറത്താക്കിയ ആൾ പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞ് അസംബ്ലി വരുമ്പോഴേക്കും ആൾ തിരിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടുതൽ റിബലുകൾ ഉണ്ടാകുന്നത്. നേരെ വെച്ചാൽ 6 വർഷത്തേക്ക് ഇപ്പോൾ പുറത്താക്കി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുക എന്നുള്ളപ്പോൾ ഞാനൊക്കെ തിരിച്ചു വരാൻ നോക്കിയിട്ട് പോലും പറഞ്ഞില്ല, വേണ്ടാന്ന് പറഞ്ഞില്ലേ. പക്ഷെ എത്ര കാലം കാത്തിരിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ പക്ഷേ അതേ സമയത്ത് ഒരു പഞ്ചായത്തിൽ റിവലായിട്ട് മത്സരിച്ച ഒരാൾ ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാൾ തിരിച്ചെടുക്കേണ്ടി വരും. കാരണം അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അസംബ്ലി സ്ഥാനാർത്ഥികൾ തന്നെ പറയും ഇന്ന ആൾ തിരിച്ചെടുത്താലേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പോരായ്മകളുണ്ട്. പക്ഷെ അതൊന്നും ഒരു അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഒരു പരാജയത്തിലേക്ക് ഒരിക്കലും UDFനെ നയിക്കില്ല. UDF അധികാരത്തിൽ വരും തീർച്ചയായിട്ടും. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതി തിരുവനന്തപുരം ജില്ലയിൽ UDFന് നേട്ടം ഉണ്ടാക്കുന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറയാം, അരുവിക്കര ഇലക്ഷനിലൊക്കെ വിഴിഞ്ഞം തുടങ്ങാൻ തന്നെയായിരുന്നല്ലോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പറയുമ്പോൾ അരുവിക്കരക്കാർക്ക് എന്താ, വിഴിഞ്ഞത്ത് വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താ. പക്ഷേ തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരു പ്രധാന പ്രൊജക്റ്റ് നേടിത്തന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ദുർബലമാവാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് അരുവിക്കരയിലെ ജനങ്ങൾ UDFനെ സഹായിച്ചത്. അതുപോലെ ലീഡർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് BJPക്ക് RSSനും വളരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ലീഡർ വലിയ വിശ്വാസിയാണ്. അതെ, എല്ലാ 1-ാം തീയതിയും ഗുരുവായൂർ പോകും. അപ്പോൾ തീവ്രമായിട്ടുള്ള ഒരു ഹൈന്ദവ വിശ്വാസമുള്ളവർക്കും ലീഡറിനെ ഉൾക്കൊള്ളാം. എന്നാൽ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോൾ ബിഷപ്പുമാരുമായിട്ടും പാണക്കാടായിട്ടും ഒക്കെ ആയിട്ട് അടുപ്പം. അപ്പോൾ ലീഡർ തന്നെ പറയാറുണ്ട് എനിക്ക് എല്ലാവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നു എന്നുള്ള. ഇപ്പോൾ BJP ഇവിടെ വളരുകയാണ്. അപ്പോൾ അതിൽ CPM ആണ് കൂടുതൽ ആവലാതിയിൽ. പക്ഷെ ഭാവിയിൽ ഇപ്പോൾ BJPയുടെ വളർച്ച ചിലപ്പോൾ അടുത്ത ഇലക്ഷനിൽ ചിലപ്പോൾ അക്കൗണ്ട് തുറക്കാൻ വരെ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ BJPയുടെ വളർച്ച UDFനെ സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു കണക്കൂട്ടൽ. അതും കൂടിയാണോ താങ്കൾ തീർച്ചയായിട്ടും വിജയിക്കുന്നത്? അതല്ല, ഇപ്പോൾ BJPയുടെ വളർച്ച അപകടം തന്നെയാണ്. അവരുടെ ആശയങ്ങളും അപകടകരമാണ്. അപ്പോൾ അതിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കുറേ വോട്ട് BJPക്ക് പോകുന്നത് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചാൽ അതിൻ്റെ പേര് സന്തോഷിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ദുർബലപ്പെട്ട് BJP ശക്തിപ്പെടുന്നതിന് ഒരിക്കലും ഒരു സെക്യുലർ കാഴ്ചപ്പാടുള്ളവർക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ BJPയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതിൽ നിരാശരായിട്ടുള്ള പ്രവർത്തകരാണ് വിഭാഗീയത കാരണം. കാരണം അച്യുതാനന്ദനും പിണറായി ആയിട്ടുള്ള വഴക്ക്, അതിൽ നിരാശപ്പെടുന്ന പ്രവർത്തകരുണ്ടാവുമല്ലോ. അവർ പിന്നെ ചൂസ് ചെയ്യുന്നത് BJPയാണ്. കാരണം കോൺഗ്രസിനോട് അവർക്ക് അടിസ്ഥാനപരമായിട്ട് അഭിപ്രായ വ്യത്യാസവും കാരണം അവർ ജനിച്ച് പാർട്ടി പ്രവർത്തനം തുടങ്ങിയപ്പോൾ തൊട്ട് അവർ ശത്രുവായിട്ട് കാണുന്നത് കോൺഗ്രസിനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ശത്രുത വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് വരാനുള്ള മടി അതിനവർ ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം ഒരു ഏരിയയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കമ്മിറ്റി മുഴുവൻ അങ്ങ് BJP ആയി. ഞാൻ തലേദിവസം വരെ ചുവന്ന കൊടി കണ്ട സ്ഥാനത്ത് പിറ്റേ ദിവസം കാണുന്നത് ഈ കൊടിയാണ്. അപ്പോൾ BJP മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള അകലം കുറഞ്ഞു പോയെന്നാണോ? അല്ല, അതുകൊണ്ട് പണ്ടൊരു മാർക്സിസ്റ്റുകാരന് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അവർ ചൂസ് ചെയ്യുന്നത് BJP. അതാണ് വലിയൊരു അപകടം എന്ന് പറയുന്നത്. അത് വലിയൊരു അപകടമല്ല. കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ആള് ലീഡറായിരുന്നു കെ കരുണാകരൻ.
കെ കരുണാകരൻ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ആന്റി കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്ലാറ്റ്ഫോം. അപ്പൊ അങ്ങനെ ഒരാളുടെ മകന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ തകരുന്നത് മോശമാണെന്ന് ചിന്തിക്കാനുള്ള അതുകൊണ്ട് വളരുന്ന ആരാ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന് കോൺഗ്രസ് ശക്തിപ്പെടുകയാണെങ്കിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് ബി ജെ പിയെ പോലത്തെ ഒരു കക്ഷി കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നത് ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ സാധ്യമല്ല. കാരണം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ബി ജെ പിക്കെതിരെ ഒരു കോമൺ പ്ലാറ്റ്ഫോറത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യെച്ചൂരിയും സോണിയാഗാന്ധിയും കൂടെ നിൽക്കുമ്പോൾ നമുക്കെങ്ങനെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് അതുകൊണ്ട് ബി ജെ പി ശക്തി പ്രാപിക്കുന്നത് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? നേരെ മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി തകർന്നിട്ട് കോൺഗ്രസ് ആ പ്രവർത്തനമൊക്കെ കോൺഗ്രസിൽ വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമാണ്. പക്ഷേ ബി ജെ പി എടുക്കുന്നില്ല. ഇപ്പോൾ ഒ രാജഗോപാലിന് ഇവിടെ വലിയ ഇത് കിട്ടാൻ കാരണം റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ഒരുപാട് വികസനം കൊണ്ടുപോകും. ഇപ്പോൾ ബി ജെ പി എടുക്കുന്ന തന്ത്രം തന്നെയില്ല. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ വയബിലിറ്റി ഫണ്ട് അടക്കം തന്ന് ഇപ്പോൾ മറ്റേ 34,000 കോടി രൂപയുടെ റോഡ് വികസനം, ഇതിനൊക്കെ കേന്ദ്ര സർക്കാർ കേരളത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ കഴക്കൂട്ടം ഇലക്ഷനിൽ കഴിഞ്ഞ തവണ ഒ രാജഗോപാൽ ലീഡ് ചെയ്ത മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെ ചാൻസ് ഉണ്ടോ അത് വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ചെയ്യുന്നു. അവർ പുറത്തേക്ക് പറയുന്നത് വർഗീയതയല്ല പറയുന്നത്, വികസനമാണ് പറയുന്നത്. കേരളം ആ കാര്യത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഇപ്പോൾ യു ഡി എഫ് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ചിന്തിച്ചു, CPM ഇപ്പോഴും ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുമില്ല. അതായത് വികസനത്തിൻ്റെ പേരിൽ അവരുടെ അജണ്ട നടപ്പാക്കാനാണ് ബി ജെ പി നോക്കുക. അതാണ് ഇപ്പോൾ ഡൽഹിയിൽ കണ്ടത്. നരേന്ദ്രമോദി എല്ലാവരും വോട്ട് ചെയ്തില്ലേ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് 44 സീറ്റായി ചുരുങ്ങിപ്പോയത്? മോഡി വന്നാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കും എന്ന് വിചാരിച്ചു. മോഡി ഒരു അത്ഭുതവും കാണിക്കുന്നില്ല. മോഡി ഇങ്ങനെ ആകാശത്ത് കൂടെ പറന്ന് കുറേ ഷോ കാണിക്കുക. താഴെ തട്ടിൽ RSSൻ്റെ അജണ്ട തന്നെ. ഇപ്പോൾ RSSൻ്റെ കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് പൂർണ്ണമായി തൃപ്തിയാണ്, ഞങ്ങളുടെ അജണ്ടയിലേക്കുള്ള യാത്രയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഒരു അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയുക എന്നുള്ള ഒരു അജണ്ടയിലേക്ക് ഒരു പോവാണ്. മാത്രമല്ല ഇവരുടെ പല മന്ത്രിമാരുടെയും സ്റ്റേറ്റ്മെൻറ്റുകൾ ഹിന്ദുക്കളല്ലാത്തവർക്കൊക്കെ രാജ്യം വിട്ടു പോവാം. അങ്ങനെയൊക്കെ ഒരു ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ എന്താ? നമ്മുടെ ഭരണഘടനയും നമ്മുടെ സെക്യുലർ കാഴ്ചപ്പാടുമാണ് ഇന്ത്യയെ പോലത്തെ ഒരു സംസ്ഥാനത്ത് മുമ്പ് പണ്ട് കാലത്ത് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് ഒരിക്കലും ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്ന്. ആ രാജ്യം എങ്ങനെ 68 വർഷം മുന്നോട്ട് പോയി? അത് നമ്മുടെ സെക്യുലർ കാഴ്ചപ്പാട് തന്നെയാണ്. അല്ല, കോൺഗ്രസിന്റെ ആ സെക്യുലർ കാഴ്ചപ്പാടിന് ഇന്ത്യ മുഴുവൻ ആദരിച്ചിരുന്നു. പക്ഷെ ഒരുപക്ഷെ ഒരു ആന്റി കോൺഗ്രസ് വേവ്, അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ ഇത് കേന്ദ്ര തലത്തിൽ ഉണ്ടായപ്പോഴാണല്ലോ ബി ജെ പി ഇത് ചെയ്ത് വന്നത്. അതെ, അതിൽ ബി ജെ പിയുടെ അതിനൊരു ലീഡർഷിപ്പ് അവർക്കുണ്ടായി. അവർക്ക് നരേന്ദ്രമോദി എന്തൊക്കെയാണ് ഗുജറാത്തിൽ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ വികസനം നടത്തിയ മോഡി നാളെ ഇന്ത്യയിൽ വികസനം നടത്തുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. പക്ഷേ ആ ട്രെൻഡ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ ഈ വികസന അജണ്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ അജണ്ട നടപ്പാക്കാനാണ് നോക്കുന്നത്. പക്ഷേ കേരളത്തിൽ വർഗീയ അജണ്ട പറഞ്ഞാൽ ഇപ്പോൾ ചിലവാവില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് വികസന അജണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് എന്താ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം ഹൈവേയുടെ ചടങ്ങ് നടന്നു. ഞാൻ പറയാം, കോൺഗ്രസ് എത്ര കാലം ഭരിച്ചുകൂടെ? ആ സമയത്തൊക്കെ ഒരു KPC പ്രസിഡന്റിനെ പോലും ഒരു ഔദ്യോഗിക ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്നു, കോൺഗ്രസിൻ്റെ പ്രൈം മിനിസ്റ്ററാണ് വന്നെങ്കിൽ റിസീവ് ചെയ്യാൻ പോവും. ചടങ്ങുണ്ടെങ്കിൽ താഴെ ഇരിക്കുക, ഒരിക്കലും പ്ലാറ്റ്ഫോറത്തിലേക്ക് കയറുകയോ അല്ലെങ്കിൽ കല്ല് പേര് കുത്തുകയില്ല. ഇവിടെ കണ്ടില്ലേ, കല്ല് പേര് കുത്തിയ എങ്ങനെ? MLA മാരെ മേലെ. ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA എന്ന് പറയുന്നത് MA വാഹിദാണല്ലോ. ആ റോഡ് കടന്നു പോകുന്ന വഴിയിൽ MLA മാരെന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിയും AT ജോർജൊക്കെയാണല്ലോ. അവരുടെ മേലെ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് എന്താ പ്രോട്ടോകോൾ എന്താ? പക്ഷെ അത് പറയുമ്പോഴും 34,000 കോടി രൂപ വരുന്നത് ബി ജെ പി ഭരിക്കുന്ന അങ്ങനെ എന്ന് പറഞ്ഞാൽ തന്നെ കോൺഗ്രസ് ഭരിച്ച കാലത്ത് എല്ലാം കോൺഗ്രസ് ആണോ കൊടുത്തിരുന്നത്? അല്ല, അത് ഈ രാജ്യത്തിൻ്റെ ഫണ്ടാ. ആ ഫണ്ട് കൊടുക്കുമ്പോൾ അതിൽ പാർട്ടിക്ക് ഒരു പ്രസക്തിയില്ല. വീണ്ടും നമ്മുടെ കേരളത്തിൽ ഇതിലേക്ക് വരുമ്പോൾ താങ്കൾ KPC പ്രസിഡന്റായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ഇത് വന്നപ്പോൾ താങ്കളുടെ പേര് ഇത് വന്നു. അത് ഇത്തരം അവമാനമാണെന്ന് പറഞ്ഞ് താങ്കൾ വേണ്ടാന്ന് പറഞ്ഞു. എന്തെങ്കിലും തരത്തിൽ താങ്കൾ സൈഡ് ലൈൻ ചെയ്യാനായിട്ടുള്ള ശ്രമം നടക്കുന്നതായിട്ടുള്ള അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സ്വാഭാവിക രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയാലോ, ആരെയും സ്വയം പൊക്കിക്കൊണ്ടുവരില്ലല്ലോ. സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെ കയറി വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സൈഡ് ലൈൻ ചെയ്യാനുള്ളൊരു പ്രവർത്തനം ഒരുപാട് ഉണ്ടാവില്ല. അതിനെപ്പറ്റി ഞാൻ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ നിന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സൈഡ് ലൈൻ ചെയ്യാൻ പോകുന്നു എന്ന് വന്നിട്ട് കരഞ്ഞുകൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല. അതിനെ ഫൈറ്റ് ചെയ്ത് അതിജീവിക്കുക എന്നെ മാർഗമുള്ളൂ. അല്ല, കാരണം അന്ന് മന്ത്രിയുടെ ഇതൊക്കെ വന്നപ്പോൾ
താങ്കൾ വെള്ളാപ്പള്ളിയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിവാദം ഉണ്ടായി. അപ്പൊ അതിന്റെ പേരിൽ NSS അടഞ്ഞു, NSS താങ്കൾക്കെതിരെ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അല്ല, അതിലങ്ങനെ ഇതിലൊന്നും NSS മുരളീധരനെ മന്ത്രിയാക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. NSS മറ്റേ ഈ കാര്യത്തിൽ മുരളീധരനെ മാറ്റിയിട്ട് ശിവകുമാരനാക്കണമെന്നൊന്നും NSS പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ചില ആൾക്കാരുണ്ടാക്കി ചില പ്രചരണങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇലക്ഷനിൽ ഇവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരോടൊക്കെ കണ്ട് നേരിട്ടൊരു നന്ദി പറയുന്നൊരു ഏർപ്പാടുന്നുണ്ടല്ലോ. ഞാൻ സത്യത്തിൽ ആദ്യം NSSൻ്റെ അവിടെയാണ് പോയത്. പക്ഷേ NSS ജനറൽ സെക്രട്ടറി ഒരു കാര്യമുണ്ട്, ഈ പത്രക്കാരെയൊന്നും വിളിച്ചു കൂട്ടിയിട്ട് മുരളീധരൻ വന്നൊന്നും അറിയില്ല. പക്ഷേ മറ്റേ സ്ഥലത്ത് ചെന്ന സമയത്ത് മീഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അല്ല, അത് എന്ന് വിചാരിച്ചിട്ട് NSS എനിക്കെതിരായിട്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിനെ പോയി കാണാറുണ്ടല്ലോ, അതൊന്നും അദ്ദേഹം പുറത്തൊന്നും പറയാറൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വീണ്ടും ഇപ്പോൾ വരികയാണ്. അപ്പോൾ വീണ്ടും നിയമസഭയിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് വട്ടിയൂർക്കാവ്. അതല്ല, അതിപ്പോൾ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ മത്സരിക്കുക എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ്. അല്ലാതെ ഇവിടെ നിന്ന് ഇനി വേറെ സ്ഥലത്തേക്ക് പോവുക, സേഫായിട്ട് സ്ഥലം നോക്കി പോവുക. കാരണം ചിലർ ചോദിച്ചു പാർലമെൻറ്റിൽ BJP അല്ലെ ലീഡ് ചെയ്ത്, അപ്പോൾ ഇവിടെ സേഫാണോ? അതിപ്പോൾ പാർട്ടി എന്നെ ചുമതല ഏൽപ്പിച്ചു, ഒരു നിയോജകമണ്ഡലം ഏൽപ്പിച്ചു. അത് നോക്കി നടക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും മത്സരിക്കാൻ യോഗ്യനാണോ? അല്ലല്ലോ. അപ്പോൾ പാർട്ടി പറയുകയാണ് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ എൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഞാൻ കഴിഞ്ഞ തവണ 10-17 വോട്ടിനാണ് ജയിച്ചത്. ഞാൻ 16,000 വോട്ടിനാണ്. ഇത്തവണ ഭൂരിപക്ഷം വീണ്ടും കൂടാൻ സാധ്യതയുണ്ടല്ലോ. അല്ല, അപ്പോൾ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷേ മത്സരിക്കണം എന്ന് പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ ആവശ്യപ്പെടുക എൻ്റെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. കാരണം അവിടെ അത്രയും അടുപ്പായി കഴിഞ്ഞു, എനിക്ക് അത്രയും നല്ല ബന്ധങ്ങളായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ഇടയ്ക്കൊരു സംസാരം ഉണ്ടായിരുന്നു, ഇപ്പോൾ താങ്കളുടെ സഹോദരി പത്മജ വേണുഗോപാൽ, അവരും താങ്കളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ്? നല്ല ബന്ധത്തിലാണ്? ഇപ്പം തന്നെ കുടുംബരെ ഒരു നല്ല ബന്ധത്തിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പം എന്തിനാ വരെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഒരാൾ സംഘടനാ രംഗത്താണ് നിൽക്കുന്നത്. അതെ, സംഘടനാ രംഗത്ത്, ഞാൻ പാർലമെന്റ് രംഗത്ത് നിൽക്കുന്നു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെയും കൂടെ ഇഷ്ടം നോക്കുക, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, അതിലൊന്നും തർക്കമൊന്നുമില്ല. മറ്റേ ഒരുമിച്ച് നന്നായി പോകും. പിന്നെ കാരണം ഒരിക്കലും കുടുംബം തകരാൻ പാടില്ലല്ലോ. രാഷ്ട്രീയത്തിൽ നാളെ ചിലപ്പോൾ ആയിന്ന് വരാം, ആയില്ല എന്ന് വരും. പക്ഷെ എന്ന് വെച്ചിട്ടൊരു കുടുംബം ഒരിക്കലും, കാരണം കരുണാകരൻ്റെ കുടുംബം അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോലും പൊറുക്കില്ലല്ലോ. പക്ഷേ ലീഡർ ജീവിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തൊരു വിഷമം നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ, അതാണ് ഞാൻ പറഞ്ഞത്, അത് യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ അതൊക്കെ അതാണ് പറഞ്ഞത്, അതൊക്കെ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് സംഭവിച്ചു. അപ്പോൾ അത് ഭാവിയിൽ ആവർത്തിക്കരുതല്ലോ. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ മക്കൾ അധികാരത്തിന് വേണ്ടി വഴക്കടിക്കുന്നു എന്നുള്ള വന്നു കഴിഞ്ഞാൽ ആർക്കതിൻ്റെ ക്ഷീണം ആർക്കാ? കരുണാകരൻ എന്നുള്ള ആ വ്യക്തിയുടെ കുടുംബത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ചില ഇതൊക്കെ ഉണ്ടായി. കാരണം രണ്ടു ഭാഗത്തും കത്തിക്കാൻ ചില ആൾക്കാരുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അതൊക്കെ ഇപ്പോൾ അടുത്ത പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ ചില ആളുകളുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് എന്നോട് തന്നെ ഇരിക്കെ വെല്ലൂർ വളരെ സീരിയസ് ആയിരുന്ന സമയത്ത്, അച്ഛൻ സീരിയസ് ആയിരുന്നപ്പോൾ വെല്ലൂരത്തെ ഡോക്ടർമാരും എന്നോട് പറഞ്ഞു, നിങ്ങളുടെ രാഷ്ട്രീയ ബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇനി ഫാദറിൻ്റെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവരുത്. അതോടുകൂടി പിന്നെ ഉണ്ടായിട്ടില്ല, പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനിയുള്ള ഫ്യൂച്ചറിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാനാണ്, നേരത്തെ പറഞ്ഞു ദേശീയ തലത്തിലുള്ള ഇതിനോട് താല്പര്യമില്ല എന്നുള്ളത്. താങ്കൾ 3 തവണ MP ആയിരുന്ന ആളാണ്, അത് 90s. അല്ല ലോക്സഭ വേണോ അസംബ്ലി വേണോ എന്ന് ചോദിച്ചാൽ ഞാനൊന്നും ലോക്സഭയെ പറഞ്ഞില്ല. ഞാനങ്ങനെ ഇവിടെ ഇടപെടാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനല്ലേ, ലോക്സഭയല്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇനിയിപ്പോൾ ഡൽഹിയെ കുറിച്ച് ഈ ഡൽഹിയിലൊരു ഉന്നത സ്ഥാനം വഹിച്ച് കേരളത്തിലെ MLA ആയിരിക്കുന്നതിനേക്കാളും നല്ല, അതായത് MLA ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡൽഹിയിലിപ്പോൾ ഒരു പാർട്ടിയുടെ തലപ്പത്തൊരു സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവൻസി നോക്കുക? അതേസമയത്ത് പാർലമെൻറ്റ് അംഗമാണെങ്കിൽ ശരിയാണ്, ഡൽഹിയിൽ സ്ഥാനം കിട്ടിയാൽ കൊള്ളാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എനിക്കിപ്പോൾ മാക്സിമം KPC പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞ് ഇവിടെ കൂടുതലാവാനൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് MLA എന്നുള്ളൊരു പ്രവർത്തനത്തിൽ തൽക്കാലം മുന്നോട്ട് പോവുകയും അസംബ്ലി ഇലക്ഷൻ മത്സരിക്കണം എന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ മത്സരിക്കും. അതല്ല ഇനി നിങ്ങൾ കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പാർലമെൻറ്റിലേക്ക് പോയാൽ മതി എന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. ഇപ്പോൾ അവസാനമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, മറ്റേ ലീഡർ ഒരു സമയത്ത് ഞാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് ലീഡർ പറഞ്ഞ അതിൻ്റെ അർത്ഥം കാരണം ലീഡർ തീരുമാനിക്കുന്നതാണ്.
കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭയങ്കരമായ അപ്പർ ഹാൻഡ് എല്ലാ ഗ്രൂപ്പും ഉള്ളപ്പോഴും ഇവർക്കുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ലീഡർക്ക് അന്ന് ലഭിച്ച പോലെ ഒരു അപ്പർ ഹാൻഡ് ലഭിച്ചതായി താങ്കൾക്ക് തോന്നുന്നു? അല്ല, അതിനിപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ. കാരണം ഡൽഹിയെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു. അസംബ്ലി ഇലക്ഷനിൽ നടക്കാൻ പോകുന്ന സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഏതാ? ആസാം, തമിഴ്നാട്, ബംഗാൾ, കേരളം, പോണ്ടിച്ചേരി. അപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിൽ പോണ്ടിച്ചേരി തവണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 4 സംസ്ഥാനങ്ങളുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ 4 സംസ്ഥാനങ്ങളിലുള്ളതിൽ ഏതാണ് കോൺഗ്രസ്സിന് ഉറപ്പിച്ച് വരാൻ പറ്റുന്നൊരു സ്റ്റേറ്റ് ഏതാ? കോൺഗ്രസ് ഉറപ്പിച്ച് പറയാവുന്നത് കേരളമല്ലേ? കേരളമാണ്. ആസാമിൽ കഴിഞ്ഞ പാർലമെൻറ്റിൽ മോശമായിരുന്നു, ഇപ്പോഴും സ്ഥിതി അത്ര സുഖകരമല്ല. തമിഴ്നാട്ടിൽ ഇതുവരെ ഘടകകക്ഷിനെ ഒരു സഖ്യകക്ഷിനെ കിട്ടിയിട്ടില്ല. ബംഗാളിലാണെങ്കിൽ മാക്സിമം സീറ്റ് വാങ്ങുകയെന്ന് മാത്രമേ ഉള്ളൂ. ആ സീറ്റും ഒരു എന്താ പറയേണ്ടത്, കഴിഞ്ഞ തവണ 4 പാർലമെൻറ്റ് കിട്ടിയ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്നാലും ഒരു 40 മേലെ പോവില്ല. തനിച്ചാണ് മത്സരിക്കുന്നത്. ഉള്ള കോൺഗ്രസ്സുകാരാണ് തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് മാറിയത്. പരമാവധി അസംബ്ലിയിൽ 40 സീറ്റാണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 100% വിജയിക്കുന്ന സ്റ്റേറ്റ് ഏതാ? കേരളമാണ്. തീർച്ചയായിട്ടും. കാരണം ഒരു ദുർബല കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തിന് ഒരിക്കലും ദുർബലമാക്കാൻ ഹൈക്കമാൻഡ് നോക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പർ ഹാൻഡ് കിട്ടുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ BJPയോടൊരു മൃദുലത കോൺഗ്രസ് പാർട്ടി കാണിക്കുകയും അപ്പോൾ അതുവഴി ഹിന്ദു വോട്ട് ഇച്ചിരി സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ അത് CPM ബാധിക്കും. ന്യൂനപക്ഷ വോട്ടുകളുടെ, മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ, അങ്ങനെ ഒരു തന്ത്രം കോൺഗ്രസ് വളരെ ഒരിക്കലും BJP ഒരു മൈൽഡായിട്ടുള്ള സമീപനം ഒരിക്കലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ അടിക്കുന്നതിന് ഞങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ശക്തമായുള്ള കേസുകൾ എടുക്കുക, നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഈ 2 എണ്ണത്തിൻ്റെയും നടുവിൽ പേര് ഞങ്ങൾ തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവർ തമ്മിലല്ലേ അനാവശ്യമായിട്ട് ഫൈറ്റ് നടത്തുന്നത്. അത് അവർ ചിന്തിക്കേണ്ട കാര്യമല്ലേ? എന്തായാലും അവസാനത്തെ ഇതിൽ ചോദിക്കുമ്പോൾ ഇതുവരെയുള്ള താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താങ്കൾ തൃപ്തനാണോ? അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ നന്നായി ചെയ്യാമായിരുന്നു ഒരിടയ്ക്ക്? അങ്ങനെ ഒരു ഡിസപ്പോയിൻമെന്റ്, ഒരു ഫ്രസ്ട്രേഷൻ എപ്പോഴും? അല്ല, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. പാളിച്ചകൾ പറ്റിയതിൻ്റെ ഒരു തകർച്ച നേരിടുമ്പോൾ ഞാൻ ചെയ്തൊക്കെ ശരിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? തെറ്റുകൾ സംഭവിച്ച് തെറ്റ് തന്നെയാണല്ലോ. തെറ്റൊരിക്കലും ശരിയാവില്ല. അപ്പോൾ അങ്ങനെ തെറ്റുകൾ സംഭവിക്കരുതായിരുന്നു എന്നൊരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. ശ്രീ K. മുരളീധരൻ ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു. തെറ്റുകൾ പറ്റിയതും പാളിച്ചകൾ പറ്റിയതും അത് പറ്റാൻ പാടില്ലാത്തതായിരുന്നു. അതിൽ അദ്ദേഹം ഒരു പക്ഷേ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വട്ടിയൂർക്കാവിൻ്റെ പ്രിയങ്കരനായ MLA ആയി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വ്യക്തമായ ഉത്തരം പറഞ്ഞില്ലെങ്കിലും അതിൻ്റേതായിട്ടുള്ള സങ്കടങ്ങളും വേദനകളും ഒക്കെ പറയാതെ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചു എന്ന് വേണം കരുതാനായിട്ട്. എന്തായാലും ഹൃദയം തുറന്ന് സംസാരിച്ച ശ്രീ K. മുരളീധരന് സ്ട്രീറ്റ് ലൈനിൻ്റെ പേരിൽ, കൗമുദി TVയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.